പുതിയ സിനിമകളുടെ ഒരു ഒന്നൊന്നര അപ്ഡേറ്റ് ഉണ്ട് നമുക്ക് പറയാൻ. ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. ഏകദേശം 1.5 പതിറ്റാണ്ടിന് ശേഷം മോഹൻലാലും മലയാളത്തിലെ സ്റ്റൈലിഷ് സിനിമാ സംവിധായകനുമായ അമൽ നീരദും വീണ്ടും ഒന്നിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാൽ അമൽ നീരദ് ചിത്രത്തിന് ധാരണയായി എന്നുള്ള സൂചനകൾ സിനിമാ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും സജീവമായ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2009 റിലീസായ സാഗർ ഇലിയാസ് ജാക്കിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് അമൽ മോഹൻലാൽ ചിത്രത്തിന് ആക്ഷൻ പറയാൻ പോകുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സിനിമ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം മമ്മൂട്ടിയുടെ ഭീഷ്മപർവം സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ദേവദത്ത് ഷാജിയാണ് മോഹൻലാൽ അമൽ നീരദ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന സൂചന നൽകിയിരിക്കുന്നത്. ഭീഷ്മപർവത്തിലെ സീനും സാഗർ ഇലിയാസ് ജാക്കിയിലെ ഒരു രംഗവും കൊളാഷ് ചെയ്ത ചിത്രത്തിൽ ഒരു അമൽ നീരദ് പടം എന്ന കുറിപ്പും പങ്കുവച്ചാണ് ദേവദത്ത് ഇക്കാര്യം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിരിക്കുന്നത്. സംഭവം നടന്നു കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസിന് ആഘോഷിക്കാനുള്ള ഒരു സ്റ്റൈലിഷ് പടം തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് എവിടെയും ഉണ്ടായിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് സംവിധായകനൊപ്പം മോഹൻലാൽ വീണ്ടും കൈകോർക്കുന്നു എന്ന സൂചന തന്നെ ആരാധകരിൽ ഒരു ഫഹദ് ഫാസിൽ സിനിമയുടെ പേര് പോലെ തന്നെ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. തുടരും സിനിമയുടെ റിലീസ് വൈകുന്നതിൽ ആശങ്കയുള്ള മോഹൻലാൽ ആരാധകർക്കുള്ള നേരിയ ആശ്വാസം പോലെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് ഒരു മോഹൻലാൽ അമൽ നീരദ് ചിത്രത്തിനായി? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമന്റിനും ഓരോ ലൈക്കിനും നമ്മുടെ ഈ മുൻപോട്ടുള്ള യാത്രയിൽ ഒരു വലിയ ഊർജം തന്നെ നൽകും. അടുത്തത് രണ്ടാമൂഴം എന്ന സിനിമയെ പറ്റി പറയുന്നതിന് മുൻപ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനെ കുറിച്ച് പറഞ്ഞാലോ? കാരണം മലയാളത്തിൽ വമ്പൻ ഹൈപ്പുള്ള ചിത്രങ്ങളിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ അരങ്ങേറ്റമായിരുന്നു 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ മാർച്ച് 27 റിലീസ് ചെയ്യുക. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ജനുവരി 26 വൈകിട്ട് 6 മണിക്ക് കൊച്ചിയിലെ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചാണ് ടീസർ ലോഞ്ച് നടത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് എമ്പുരാന്റെ ടീസറും പുറത്തുവരും. അങ്ങനെ എബ്രാം ഖുറേഷി ജനുവരി 26 കേരളത്തിൽ ലാൻഡ് ചെയ്യും. ഈ സോഷ്യൽ മീഡിയ ഒന്ന് കത്തിക്കാൻ ചുമ്മാ. മറ്റൊരു കിടിലൻ അപ്ഡേറ്റ് ആണ്. ആന്റണി പെപ്പെ ഇനി ബോക്സർ. അങ്ങനെ വെറും ബോക്സർ അല്ല, പ്രൊഫഷണൽ ബോക്സർ. ദേ കണ്ടില്ലേ കാർഡൊക്കെ? കേരള ബോക്സിംഗ് കൗൺസിലാണ് ആന്റണി വർഗീസിന് പ്രൊഫഷണൽ ലൈസൻസ് നൽകിയത്. അതങ്ങ് ചുമ്മാ കിട്ടിയതല്ലാട്ടാ. ദാവീദ് എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ബോക്സിംഗ് പരിശീലനത്തിനൊടുവിലാണ് അംഗീകാരം. അല്ല, നിങ്ങൾ മമ്മൂക്കയുടെ പടം കണ്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് പോവാന്ന് കരുതിയിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. വെറും 4 പേരാണ്ട് ലൈക്ക് അടിച്ചു എന്നല്ലാണ്ട് ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്തില്ല. ആ വിഷമം ഉള്ളിലൊതുക്കി ജസ്റ്റ് ഒന്ന് പോൾ ചെയ്ത് നോക്കാന്ന് കരുതി. ഓഡിയൻസ് പോലെ അങ്ങനെ ചെയ്തു നോക്കിയപ്പോഴാണ് കുറച്ചെങ്കിലും റെസ്പോൺസ് കിട്ടിയത്. പടം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കണ്ട ഭൂരിഭാഗം ആളുകളും പറയുന്നത് കേട്ടാ. ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഇന്ന് കണ്ട ഏറ്റവും കിടിലൻ സന്തോഷം നിറഞ്ഞ ഒരു അപ്ഡേറ്റ് ആണിത്. രണ്ടാമൂഴം സിനിമയാകും മാർച്ചിന് മുന്നേ പ്രഖ്യാപനമെന്ന് MTയുടെ മകൾ അശ്വതി. അതെ, രണ്ടാമൂഴം സിനിമയാകുമെന്നും മാർച്ചിന് മുന്നേ പ്രഖ്യാപനമുണ്ടാകുമെന്നും അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി. പ്രഖ്യാപനം കഴിഞ്ഞ് 1.5 വർഷത്തോളം പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു. കോഴിക്കോട് KSF വേദിയിൽ മനോരഥങ്ങൾ MTയുടെ ദൃശ്യാവിഷ്കാരങ്ങളിലൂടെ എന്ന സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അശ്വതി. സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളെക്കുറിച്ചും MT നേരത്തെ തന്നെ എഴുതി വച്ചിട്ടുണ്ടെന്നും അത് ഒരു സംവിധായകനെ സംബന്ധിച്ച് വലിയ കാര്യമാണെന്നും അശ്വതി പറഞ്ഞു. രണ്ടാമൂഴം സിനിമയായി കാണാൻ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. രണ്ടാമൂഴം സിനിമയാക്കാൻ അദ്ദേഹം എഴുതിവെച്ച കുറച്ച് സ്ക്രിപ്റ്റ് ഇപ്പോഴുമുണ്ട്, അശ്വതി പറഞ്ഞു. പല വൻകിട കമ്പനികളും രണ്ടാമൂഴം സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നേരത്തെ പല കാരണങ്ങളാൽ നടക്കാതെ പോവുകയായിരുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ
രണ്ടാമൂഴം ഒരു സിനിമയായി കാണാൻ. അങ്ങനെ അതൊരു സിനിമയാവുകയാണെങ്കിൽ ആരായിരിക്കണം ഭീമൻ? Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.